എല്ലാവർക്കും നമസ്കാരം. ചാരു സർക്കിളിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനിവിടെ മെഴുകുതിരി കത്തിക്കാം കേട്ടോ. നമുക്കൊന്ന് കത്തിക്കാം. അപ്പോൾ എല്ലാവരും ആലോചിക്കുക, എന്താണ് മെഴുകുതിരി കത്തിക്കുന്നതെന്നല്ലേ? അതൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളൊരു അടിപൊളി ക്രാഫ്റ്റുമായിട്ട് അവതരിക്കണം. അതിൻ്റെ പുറകിലിരിക്കുന്ന പ്ലേറ്റ് കണ്ടോ? അത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരു നല്ലൊരു അടിപൊളി വോൾ ഹാങ്ങിങ് ആണിത്. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പ്ലേറ്റ് വോൾ ഹാങ്ങിങ്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക കേട്ടോ. അപ്പോൾ ദേ നമ്മളിവിടെ വിളക്കൊക്കെ കത്തിച്ച് വെച്ചു. ഇപ്പോഴും ആർക്കും ഒന്നും മനസ്സിലായിട്ടില്ലല്ലേ? അപ്പോൾ നമുക്ക് ഒരു അടിപൊളി ക്രാഫ്റ്റ് ഉണ്ടാക്കാം. അത് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ്. അപ്പോൾ അതിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിലും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡൗട്ടും ഒക്കെ കമൻറ്റിലൂടെ ചോദിക്കാം. അത് ഇൻസ്റ്റയിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? അപ്പോൾ ഇതാണ് സാധനം. ഇപ്പോൾ മനസ്സിലായോ ഇതെന്താ സാധനമെന്ന്? അപ്പോൾ അറിയാത്തവർക്കായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇത് ടോയ്ലറ്റ് പേപ്പർ റോൾ എന്ന് പറയുക, അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ റോള്, കാർഡ്ബോർഡ് പേപ്പർ റോൾ എന്നൊക്കെ പറയും ഇതിനെ. അപ്പോൾ ഇതുണ്ടെങ്കിൽ ഒരടിപൊളി സാധനം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് ഞാനൊരു 3 എണ്ണം ഇവിടെ വെച്ചിട്ടുണ്ട്. 3 എണ്ണം വേണ്ട വരും, അല്ലെങ്കിൽ 2 എണ്ണം ആയാലും മതി. നമ്മൾ 3 എണ്ണം എടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഒരു 3 വലിപ്പത്തിൽ നമ്മൾ നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടി ഞാൻ 3 എണ്ണം എടുത്തത്. ഒന്ന് ചെറുത്, അതിൽ ചെറുത്, ഒന്ന് വലുത്. ഇത് ഈ ഒരു സൈസിൽ. ഇതിപ്പോൾ ഞാൻ അളവൊന്നും പറയുന്നില്ല, കാരണം എൻ്റെ കയ്യിൽ ഇരിക്കുന്ന അളവൊന്നും കൃത്യമായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ആ ഒരു രീതിയിൽ കട്ട് ചെയ്ത് ഒന്ന് ഒരു നല്ല ഹൈറ്റിനും അതിനൊരു താഴത്ത് ഒരു ഒരെണ്ണം, അതിൻ്റെ ചെറുതായിട്ട് ഒരെണ്ണം, അങ്ങനെ എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടത്. ഇനി അതവിടെ ഇരിക്കട്ടെ. അത് കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് നമുക്ക്. ഇനി വേണ്ടത് ഒരു കാർഡ്ബോർഡ്, ഒരു പേപ്പർ എടുത്തിട്ട്, ഒരു കാർഡ്ബോർഡ് എന്തെങ്കിലും ഒരെണ്ണം ഷീറ്റ് എടുത്തിട്ട് അതിൽ നമുക്ക് റൗണ്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതിൻ്റെ ഒരു ഷേപ്പിന് കട്ട് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഞാനിത് ആ കാർഡ്ബോർഡ് ഷീറ്റിനകത്തോട്ട് കട്ട് ചെയ്തെടുക്കാൻ പോവാണേ. അപ്പോൾ ആദ്യം പെൻസിൽ കൊണ്ട് നമ്മൾ റൗണ്ട് ചെയ്തു, എന്നിട്ടൊരു കത്രി കൊണ്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിൻ്റെയും നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ 3 എണ്ണം ഉണ്ട്. 3 നീളത്തിലാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ആ ഒരു റൗണ്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ. ഇനി വേണ്ടത് ഗ്ലിറ്റർ പേപ്പർ അല്ലെങ്കിൽ ഫോം ഷീറ്റൊക്കെ ഉണ്ടാവില്ല, അതൊരെണ്ണം വേണം. അത് നമ്മൾ നല്ല യെല്ലോയിഷ് കളർ, നല്ല ഗോൾഡ്, യെല്ലോയിഷ് എന്ന് പറയാൻ പറ്റില്ല, ഗോൾഡൻ കളറിലുള്ള ഗ്ലിറ്റർ പേപ്പർ എടുത്തു. അത് ഈ ഒട്ടിക്കുന്നതാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അതാകുമ്പോൾ വേഗം പരിപാടി കഴിഞ്ഞ് കിട്ടും. അപ്പോൾ അത് അല്ലെങ്കിൽ ഒട്ടിക്കാത്തതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതിൽ കുറച്ച് ഗ്ലൂ അല്ലെങ്കിൽ ഫെവിക്കോളോ അല്ലെങ്കിൽ ഫെവി ബോണ്ടോ അല്ലെങ്കിൽ ഗ്ലൂ ഗണ്ണോ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒട്ടിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ നീളത്തിൽ കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് നമുക്കത് ഒട്ടിക്കാൻ പോവുകയാണേ. ഇതിപ്പോൾ ഞാൻ നീളത്തിന് കട്ട് ചെയ്തിട്ട് അത് ശരിയാവാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു രീതിയിൽ എടുക്കുകയാണ് ചുറ്റി. അപ്പോൾ ചുറ്റി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ആ ഒരു ഷീറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് സ്റ്റിക്ക് ചെയ്തിരുന്നോളും. ഗ്ലൂ ഒന്നും ഇതിന് ആവശ്യമില്ല. അപ്പോൾ ആ ഒരു ഷീറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് നീക്കി കൊടുക്കുക. എന്നിട്ട് ഒരറ്റത്തുനിന്ന് ഇതങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതൊരു എളുപ്പ പരിപാടിയാണ് ഇങ്ങനത്തെ ഷീറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനത്തെ ആകുമ്പോൾ പെട്ടെന്ന് പരിപാടി കഴിഞ്ഞ് കിട്ടും. അപ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയണം. കണ്ടോ, ഇതുപോലെ ഒന്ന് എടുത്തിട്ട് നല്ല വൃത്തിയായിട്ട് കട്ട് ചെയ്ത് ഞാനിവിടെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ആ 3 റോളും നമുക്ക് അങ്ങനെ ചെയ്യേണ്ടി വരും. പിന്നെ വേണ്ടത് ഞാനിവിടെ റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചില്ലേ കാർഡ്ബോർഡിൻ്റെ ഒരു പീസ്. അപ്പോൾ അത് നമുക്ക് ഇതുപോലെ മുകളിൽ വെച്ച് കൊടുക്കണം. അപ്പോൾ അതിനായിട്ടും ആ ഗ്ലിറ്റർ പേപ്പർ തന്നെ നമ്മൾ ഒന്ന് കട്ട് ചെയ്ത് എടുക്കേണ്ടി വരും. സാധാരണ ഫോം ഷീറ്റ് എടുത്താലും മതിയാവും, ഗ്ലിറ്റർ പേപ്പർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഞാൻ ഇതുണ്ട്, അത് വേഗം ചെയ്ത് കഴിയും, പെട്ടെന്ന് പരിപാടി കഴിഞ്ഞ് കിട്ടും. അപ്പോൾ എന്നിട്ട് നമ്മൾ ആ കാർഡ്ബോർഡ് പീസിലോട്ട് ഒട്ടിച്ചിട്ട് ഇനി ഒന്ന് ഗ്ലൂ ഗണ്ണിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ. ഗ്ലൂ ഗൺ വെച്ചിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ ഒന്ന് ചുറ്റിയിട്ട് ഒന്ന് അതിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. നമ്മൾ ഗ്ലൂ ഗണ്ണിൻ്റെ ഒരു അടിപൊളി ബോട്ടിൽ ആർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കണം കേട്ടോ. ഒരു അടിപൊളി സാധനം അത്. അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് കേട്ടോ അത്. അപ്പോൾ അത് കാണുക. അപ്പോൾ നമ്മൾ ഒട്ടിച്ചു കഴിഞ്ഞു. ഇതുപോലെ ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് ഒട്ടിക്കുകയാണെങ്കിൽ അതവിടെ ഇരുന്നോളും. എന്നിട്ട് അധികം വരുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് കത്രി കൊണ്ടൊന്ന് കട്ട് ചെയ്ത് കളയണേ. അപ്പോൾ എടുത്തു വെച്ചു.
അപ്പോൾ നമ്മൾ ഒരെണ്ണം റെഡിയാക്കി. ദേ 2, 3 ഞാൻ നേരത്തെ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ദേ നമ്മൾ 3 എണ്ണം ശരിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. കണ്ടോ? അടിപൊളി സംഭവമല്ലേ? പെട്ടെന്ന് ഒട്ടിച്ച് കഴിയുകയും ചെയ്തു. അപ്പോൾ ദേ 3 എണ്ണം 3 ഹൈറ്റിൽ നമ്മൾ ചെയ്യും. ഇനി നമുക്ക് ആ ജോയിൻറ്റിലേക്ക് ഒരു ബീഡ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ലേസോ എന്തെങ്കിലും വെച്ച് കൊടുക്കണമെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ അതിനെ ഒന്ന് ഭംഗി കൂട്ടാൻ ഞാൻ ഗോൾഡൻ കളറിൽ ഈ സ്റ്റിക്കിംഗ് ബീഡ്സ് ഉണ്ടാവുമല്ലോ, അത് ഇങ്ങനെ ഇത് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഇത് ഞാൻ എനിക്കൊന്ന് 1-2 ക്രാഫ്റ്റിൽ ഞാനിത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കി ഇരുന്ന സാധനമാണ്. അപ്പോൾ ഞാനിത് അവിടെ ആ ജോയിൻറ്റിലൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് ദേ ഈ 3 എണ്ണത്തിന് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒട്ടിച്ച് ഇതുപോലെ വെക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ലേസ് വയ്ക്കാം, അല്ലെങ്കിൽ ഫ്ലവർ വയ്ക്കാം. ഇതൊക്കെ ഇഷ്ടമനുസരിച്ച് നമുക്ക് ഓരോരുത്തർ കളേഴ്സ് അനുസരിച്ചൊക്കെ വയ്ക്കാൻ പറ്റും. അപ്പോൾ ദേ അത് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് വേണ്ടത് CD. ഈ CD ഒന്ന് വേണ്ട വരും. ഒരെണ്ണം നമുക്ക് വേണ്ട വരും. എന്നിട്ട് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഈ ഫോം ഷീറ്റ് ഗ്ലിറ്റർ പേപ്പർ കൊണ്ടൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കണം. ഒന്ന് റൗണ്ട് ചെയ്ത് പെൻസിൽ കൊണ്ടൊന്ന് വരച്ചു കൊടുക്കണം ആദ്യം. എന്നിട്ട് അത് കട്ട് ചെയ്ത് എന്നിട്ട് അതൊന്ന് ഒട്ടിച്ചെടുക്കണം. അതാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ ദേ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. അതിന് ഞാൻ ഗ്ലൂ ഗൺ ഉപയോഗിക്കണേ. ഫെവി ബോണ്ട് ഉപയോഗിക്കുക, ഇല്ലെങ്കിൽ ഫെവിക്കോൾ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ച് നേരം ഒന്ന് ഇങ്ങനെ അമർത്തി പിടിച്ച് വെച്ചിരിക്കണം. കാരണം എന്നാലേ ഒട്ടുള്ളേ. ഇത് ഫോം ഷീറ്റൊക്കെ ഇത്തിരി പാടാണ് ഒട്ടാൻ. അപ്പോൾ ഫെവി ബോണ്ട് അല്ലെങ്കിൽ ഗ്ലൂ ഗണ്ണൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ദേ ഞാൻ ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ 2 സൈഡും ഞാൻ ഒട്ടിച്ചു കൊടുത്തു. ഇനി ബാക്കി വന്ന ഭാഗമൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇനി വേണ്ടത് ഞാൻ മറ്റൊരു കളർ ഉള്ള ഒരു ഗ്ലിറ്റർ പേപ്പർ എടുത്തിട്ടുണ്ട്. അതായത് ഒരു ഫോം ഷീറ്റ്, സ്റ്റിക്കിങ് ഫോം ഷീറ്റ് തന്നെ കേട്ടോ. അതിന് ഒരു സ്റ്റിക്കർ ടൈപ്പുള്ള ഫോം ഷീറ്റ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ ഒരല്പം കട്ട് ചെയ്തെടുക്കുകയാണേ. അത് ഈ നമ്മുടെ CD-യുടെ ചുറ്റിനൊന്ന് ഒട്ടിക്കാൻ അതിനൊരു ജോയിൻ്റ് ഉണ്ടല്ലോ, ആ ജോയിൻ്റ് ഒന്ന് മറച്ച് വയ്ക്കാൻ വേണ്ടി ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയാണേ ഈ പരിപാടി. അപ്പോൾ കുറച്ച് കളറ് ഒന്ന് മാറ്റി നോക്കിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. ഇപ്പോൾ ഗോൾഡൻ കളർ മാറ്റിയിട്ട് ഞാൻ വേറൊരു കളറാണ് കൊടുത്തത്. അപ്പോൾ അത് വേറൊരു ഭംഗിയല്ലേ. അപ്പോൾ ദേ ഞാനിനി അത് ഓരോന്നായിട്ട് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഓരോന്നിൻ്റെ അറ്റത്ത് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ ദേ ഒട്ടിച്ചു കൊടുത്തു CD-യിലേക്ക്. എന്നിട്ട് ഞാൻ മെഴുകുതിരി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്താ ചെയ്തിരിക്കുന്നതെന്നല്ലേ. അപ്പോൾ മെഴുകുതിരി സ്റ്റാൻഡാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കത്തിച്ചൊക്കെ വെച്ചില്ലേ, കാണാൻ നല്ല ഭംഗിയില്ലേ. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും, എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി പേപ്പർ റോളൊന്നും കളയണ്ട, ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു മെഴുകുതിരി സ്റ്റാൻഡ് 3 എണ്ണം ഞാൻ ചെയ്തെങ്കിലും ഒരെണ്ണമെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ല ഭംഗിയായിട്ടിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും.